ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ ഉണ്ടോ അവിടെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെണ്ടയ്ക്ക ഉള്ളി പുളിയാണ്. അപ്പോൾ എന്താ പറയുക, ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്നതിൻ്റെ ഏകദേശം സ്റ്റൈലിലും ഒരു ഫ്ലേവറൊക്കെ ചെറുതായിട്ട് വരും. പക്ഷേ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിനിവിടെ തക്കാളി, പച്ചമുളക്, ഉള്ളി, വെണ്ട, കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക കുറച്ച് കട്ടി കുറച്ചിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് മാറ്റിയിട്ട് ഇനി അതേ ചട്ടിയിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം ഉലുവ പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ, അതൊരു പിടി എടുത്തിട്ട് അത് കൂടെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചുവന്ന് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അത് വാടി വരാനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ട് കുറച്ചധികം ഉണ്ടാക്കണമെങ്കിൽ ആക്കാം കേട്ടോ. എനിക്കിവിടെ കുറച്ച് ആവശ്യമുള്ളൂ. ഉച്ചയ്ക്കുള്ള ചോറിനും രാത്രിയത്തെ ചപ്പാത്തിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നും പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കരിയാതെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എല്ലായിടത്തിലും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ആയ ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാമ്പാർ പൊടിയാണ്. നമ്മൾ കൂടുതൽ സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പൊടികളെല്ലാം ഈ ഒരു ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ ആക്കിയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് പുളിവെള്ളം ആവശ്യമാണ്. നല്ല പുളിയാണ്, അപ്പോൾ അത് നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനിയും വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാല കരിഞ്ഞു പോവാതിരിക്കാൻ ആ പുളിവെള്ളം എല്ലായിടത്തിലും ഒന്ന് ആക്കിയ ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കലൊക്കെ വേഗം കഴിയും. അധികം വെന്ത് കിട്ടാനൊന്നുമില്ലല്ലോ, കാരണം വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. ഇതുകൊണ്ട് വേഗം ഉണ്ടാക്കാനും പറ്റുന്നൊരു കറിയാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ചോറിന് കഴിക്കാൻ പറ്റുമോ? ചോറിന് സൂപ്പറാണ്. അപ്പോൾ ചപ്പാത്തിക്കോ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നായിരിക്കും. പക്ഷേ കിഡിലൻ ടേസ്റ്റാണ്. മക്കൾക്ക് ചപ്പാത്തിക്ക് കൊടുത്തപ്പോൾ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിച്ചു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പുളിവെള്ളം സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്, അതാണ് അങ്ങനെ വീഡിയോ ഇത്തിരി ഇതായി പോകുന്നത്. ഓക്കെ, ഇതാ പുളിവെള്ളം വീണ്ടും കുറച്ചും കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി കൂടി വേണേ. പിന്നെ ഈ കറി നിങ്ങൾ രാവിലെ ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാമ്പാറിൻ്റെ വേറൊരു
രൂപത്തിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. തേങ്ങ ഇടാതെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഇല്ല എന്നല്ല, ഞാനിത് വേറൊരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ട് അത്രയും വായിൽ എന്താ പറയുക കപ്പലോടുന്ന വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു തവണ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത്. അത്രയും ടേസ്റ്റായി ഇഷ്ടപ്പെട്ടത് കൊണ്ട് രണ്ടാമത്തെ തവണ ഉണ്ടാക്കി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരികയാണ്. ഞാനിപ്പോൾ കായാണ് ചേർത്തത്. കായപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കൽ. കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഉള്ളി പുളി തിളച്ച് വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കയും ഉള്ളിയും പുളിയും ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. അത് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച്, അധികം കുറുകണമെന്നൊന്നുമില്ല. സെറ്റ് ചെയ്യുമ്പോൾ അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി, തീ ഓഫ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.